ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം ഇതാ എത്തിക്കഴിഞ്ഞു. മെയ് 20 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിനായുള്ള പരസ്യപ്രചാരണം അല്പസമയത്തിനകം അവസാനിക്കും. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഒഡീഷയിലെ 35 നിയമസഭാ സീറ്റുകളിലേക്കും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കുകയാണ്. യുപിയിലാണ് അഞ്ചാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പോളിംഗിനെത്തുന്നത്. വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അഞ്ചാം ഘട്ടത്തിൽ എത്രമാത്രം കടുത്ത മത്സരമായിരിക്കും നടക്കുക നോക്കാം. നമുക്ക് ദില്ലിയിൽ നിന്ന് ശരത് കെ ശശി, ഗുഡ് ഈവനിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം എന്ന് പറയുമ്പോൾ ആ അഞ്ചാം ഘട്ടം അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഇന്ത്യ മുന്നണിയോ അതോ NDAയോ രണ്ടുപേരും വലിയ ആത്മവിശ്വാസം പുലർത്തുകയാണ് ആദ്യ 4 ഘട്ടത്തിലെ പോളിംഗ് ശതമാനം വെച്ചുകൊണ്ട്. അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളെ അപേക്ഷിച്ച് സീറ്റെണ്ണം കുറവാണെങ്കിലും മത്സരിക്കുന്ന പ്രമുഖരുടെ സാന്നിധ്യം, മത്സരിക്കുന്ന മണ്ഡലങ്ങൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ശരത്? സുജയ, 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്നത് അഞ്ചാം ഘട്ടത്തിലാണ്. വെറും 49 സീറ്റുകളിലേക്കാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 സീറ്റുകളിലേക്കാണ് അഞ്ചാം ഘട്ടത്തിൽ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. പരസ്യപ്രചാരണം അല്പസമയത്തിനകം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. വിവിധ നേതാക്കൾ ഇന്ന് പരസ്യപ്രചാരണത്തിനായി ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പര്യടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അമേഠി മണ്ഡലത്തിൽ ഇപ്പോൾ റോഡ് ഷോ നടത്തുകയാണ്. ഇന്ന് അമേഠിയിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ആകെയുള്ള 49 മണ്ഡലങ്ങളിൽ 32 സീറ്റുകളും 2019 വിജയിച്ചത് BJP ആയിരുന്നു. അതേസമയം കോൺഗ്രസിന് 1 സീറ്റ് മാത്രമാണ് വിജയിക്കാനായത്. ആ 1 സീറ്റ് എന്ന് പറയുന്നത് റായ്ബറേലിയിലെ സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അതൊഴികെയുള്ള മറ്റെല്ലാ സീറ്റുകളിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കണക്കുകളിൽ നിന്ന് തന്നെ എത്രത്തോളം ഇന്ത്യ സഖ്യത്തിന് ഈ അഞ്ചാം ഘട്ടം നിർണായകമാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഏതായാലും ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ എടുത്ത് പറയേണ്ടുന്ന 2 സംസ്ഥാനങ്ങൾ, ഏറ്റവും ഉറ്റുനോക്കപ്പെടുന്ന 2 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയുമാണ്. ഉത്തർപ്രദേശിലെ 14 സീറ്റുകൾ എന്ന് പറയുമ്പോൾ അതിൽ പല ഗ്ലാമർ മണ്ഡലങ്ങളുമുണ്ട്. പരമ്പരാഗതമായി കോൺഗ്രസിന്റെ കോട്ടയെന്നറിയപ്പെടുന്ന അമേഠി, റായ്ബറേലി മണ്ഡലങ്ങൾ. അവിടെ റായ്ബറേലിയിലാകട്ടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് റായ്ബറേലി ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറി നിൽക്കുന്നു. അതുപോലെ തന്നെ അമേഠി ആകട്ടെ സ്മൃതി ഇറാനിയിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് കോൺഗ്രസ്. ആ രീതിയിൽ ഉത്തർപ്രദേശിലെ 14ൽ 13 സീറ്റുകളും നേരത്തെ BJPക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഏറ്റവും ചർച്ചയായ വിഷയം രാമക്ഷേത്രമാണ്. ആ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം അഞ്ചാം ഘട്ടത്തിൽ ജനവിധി എഴുതാൻ വേണ്ടി പോകുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ കാര്യം പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ 13 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ അഞ്ചാം ഘട്ടത്തോടുകൂടി 48 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും അവസാനിക്കാൻ വേണ്ടി പോകുന്നു. അതിൽ തന്നെ മഹാരാഷ്ട്രയിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിന് കാരണമെന്ന് പറയുന്നത് മുംബൈ നഗരമേഖലയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മുംബൈ സിറ്റി, അതുപോലെ തന്നെ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ, ഈ മേഖലകളിലാണ് ഈ 13 സീറ്റുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ശിവസേന ഏതാണ്, ഈ നേരത്തെ ശിവസേന പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥ ശിവസേന ഏതാണ് എന്ന് തെളിയിക്കുന്നതിന് ഉള്ള വേദിയായി ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ബൃഹാൻ മുംബൈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി വരുമാനമുള്ള ഒരു തദ്ദേശ സ്ഥാപനമാണ്. ആ ബൃഹാൻ മുംബൈ കോർപ്പറേഷൻ ആര് കൈയടക്കും, ഭാവിയിൽ ആർക്കൊപ്പമായിരിക്കും എന്നുകൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ചുകൂടി നിൽക്കുന്ന കാര്യമാണ്. അതാണ് മഹാരാഷ്ട്രയെ ശ്രദ്ധേയമാക്കുന്നത്. ആ രീതിയിലാണ് ഈ 2 സംസ്ഥാനങ്ങളും ഈ അഞ്ചാം ഘട്ടത്തിൽ ഏറ്റവും ഉറ്റുനോക്കപ്പെടുന്ന സംസ്ഥാനങ്ങളാകുന്നത്. ആകെ ഈ 49 സീറ്റുകളിൽ 695 പേരാണ് സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുള്ളത്. അതിൽ തന്നെ രാഹുൽ ഗാന്ധി, അതുപോലെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കുന്നു. മുംബൈ നോർത്ത് മണ്ഡലത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ഇങ്ങനെയുള്ള പ്രമുഖരെല്ലാം ഈ അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ശരത് കെ ശശിയാണ് ഇലക്ഷൻ അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേർന്നത്.